ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ സുകേഷ്. കഴിഞ്ഞ ഏപ്രിൽ 22 നമ്മളെ എല്ലാവരെയും നടുക്കിയ ഒരു സംഭവമാണ് കശ്മീരിലെ പഹൽഗാമിലുണ്ടായ തീവ്രവാദ ആക്രമണം. ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കശ്മീരിൻ്റെ ചരിത്രവുമായിട്ട് റിലേറ്റ് ചെയ്ത ഒരു വീഡിയോ പോയിട്ടുണ്ടായിരുന്നു. അന്ന് നമ്മൾ കശ്മീരിൻ്റെ ചരിത്രം പഠിച്ചത് പഹൽഗാം ഇൻസിഡൻറ്റിനെ ബന്ധപ്പെടുത്തിയായിരുന്നുവെങ്കിൽ ഈ പഹൽഗാം ഇൻസിഡൻറ്റിന് ശേഷം ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ അതിവിജയകരമായി പ്രാവർത്തികമാക്കി. ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്ത് നമ്മളെല്ലാവരും കേട്ട ഒരു കാര്യമാണ് ഇന്ത്യ പാകിസ്ഥാനിലേക്കുള്ള ജലവിതരണം നിർത്തിവെച്ചിരിക്കുന്നുവെന്ന്. അത് ഇൻഡസ് റിവറിന്റെ ട്രിബ്യൂട്ടറീസിൽ നിന്നുള്ള കനാൽ വഴി പാകിസ്ഥാനിലേക്ക് ജലവിതരണം നടത്തുകയായിരുന്നു ഇന്ത്യ ചെയ്തുകൊണ്ടിരുന്നത്. അതാണ് നിർത്തിവെച്ചത്. ഇതിലേക്ക് നോക്കുമ്പോൾ എന്താണ് ഇൻഡസ് വാട്ടർ ട്രീറ്റി എന്നും ഇതിലെന്തൊക്കെയാണ് ഉൾപ്പെടുന്നതെന്നും എന്തുകൊണ്ടാണ് ഇന്ത്യക്ക് ഈ ഒരു ജലവിതരണം നിർത്തിവെക്കാൻ കഴിഞ്ഞതെന്നും ഇതിന് പിന്നിലുള്ള ചരിത്രവും നോക്കി പോകേണ്ടതായിട്ടുണ്ട്. നമുക്ക് ഇൻഡസ് വാട്ടർ ട്രീറ്റിയിലേക്കും ഇതിൻ്റെ ചരിത്രത്തിലേക്കും പോയി നോക്കാം. വെൽക്കം ഓൾ. ഹിമാലയൻ ഡ്രെയിനേജ് സിസ്റ്റത്തിലെ ഇൻഡസ്, ഗംഗ, ബ്രഹ്മപുത്ര നദികളിലെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു നദി സിസ്റ്റമാണ്, ഒരു റിവർ സിസ്റ്റമാണ് ഇൻഡസ് റിവർ സിസ്റ്റം എന്നത്. നമുക്കറിയാം, ഇൻഡസ് സിവിലൈസേഷൻ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന ഒരു നദീതടമാണ് ഇൻഡസ് അല്ലെങ്കിൽ സിന്ധു നദീതട സംസ്കാരമെന്നും ഇൻഡസ് ഡ്രെയിനേജ് സിസ്റ്റം എന്നും ഒക്കെ പറയുന്നത്. അങ്ങനെ പാകിസ്ഥാനിൽ കൂടിയും ഇന്ത്യയിൽ കൂടിയും അഫ്ഗാനിസ്ഥാനിൽ കൂടിയും ഒക്കെ ഒഴുകുന്ന, ടിബറ്റൻ ഓട്ടോണമസ് റീജിയൻ ഓഫ് ചൈനയിൽ കൂടിയും ഒക്കെ ഒഴുകുന്ന ഈ നദിക്ക് പറയാൻ ഒരുപാട് കഥകളുണ്ട്, ഇന്ത്യയുടെ വിഭജന കാലത്ത് പ്രത്യേകിച്ചും. അതിലേക്കൊക്കെ കടക്കുന്നതിന് മുന്നേ എന്താണ് ഇൻഡസ് റിവർ ഡ്രെയിനേജ് സിസ്റ്റം എന്ന് നമുക്കൊന്ന് നോക്കാം. ഇതാണ് ഇൻഡസിൻ്റെ മാപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലായി, ടിബറ്റിൽ നിന്നും ഉത്ഭവിക്കുന്ന നദിയാണ് അത്, ഇന്ത്യയിലേക്ക് വരുന്നു. അതിൻ്റെ ട്രിബ്യൂട്ടറീസ് അഫ്ഗാനിസ്ഥാനിലേക്ക് മാറുന്നുണ്ട്. കാബൂൾ എന്ന ട്രിബ്യൂട്ടറി അഫ്ഗാനിസ്ഥാനിലേക്ക് മാറുന്നുണ്ട്. പിന്നീട് അത് പാകിസ്ഥാനിൽ കൂടെ ഒഴുകി അറേബ്യൻ സീയിലേക്ക് പതിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും, ഇൻഡസ് എന്ന പ്രധാനപ്പെട്ട നദിയാണ് ഇതിലെ ഒഴുകുന്നത്. ഇൻഡസ് എന്ന നദി ഉത്ഭവിക്കുന്നത് ബൊക്കാർച്ചു ഗ്ലേഷ്യറിലാണ്. ഇത് മാനസരോവർ ലേക്കിൻ്റെ സമീപത്താണുള്ളത്. അങ്ങനെ ഇൻഡസ് ഒഴുകി വരുന്ന സമയത്ത് നമുക്കറിയാം, ഇൻഡസിൻ്റെ തന്നെ റൈറ്റ് ബാങ്ക് ട്രിബ്യൂട്ടറീസും ഉണ്ട്, ലെഫ്റ്റ് ബാങ്ക് ട്രിബ്യൂട്ടറീസും ഉണ്ട്. അതിൽ ജലം നദി എടുക്കാം. ജലം നദി ഉത്ഭവിക്കുന്നത് വെരിനാഗ് ഹിൽസിൽ നിന്നാണ്. വെരിനാഗ് ഹിൽസിൽ നിന്ന് ഉത്ഭവിക്കുന്ന ജലം നദി ട്രിമ്മു എന്ന ഏരിയയിൽ വെച്ച് ചെനാബ് നദിയുമായിട്ട് യോജിക്കുന്നു. ട്രിമ്മു എന്ന റീജിയനിൽ വെച്ച് ചെനാബ് നദിയുമായിട്ട് യോജിക്കുന്നു. ചെനാബ് നദി ഉത്ഭവിക്കുന്നത് ബാരാലച്ചാല ഹിൽസിലാണ്. അങ്ങനെ ബാരാലച്ചാല ഹിൽസിലുള്ള നിന്ന് ഉത്ഭവിക്കുന്ന ചെനാബ് നദി ട്രിമ്മുവിൽ വെച്ചിട്ട് ജലം നദിയുമായിട്ട് സംയോജിപ്പിച്ച് പിന്നീട് ശേഷം ചെനാബായിട്ടാണ് അറിയപ്പെടുന്നത്. ഇനി നോക്കാം, രവി നദി. പഞ്ചാബിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലാഹോറിൻ്റെ നദി എന്നറിയപ്പെടുന്ന രവി നദിയാണ് പിന്നീടുള്ളത്. രവി നദി ഉത്ഭവിക്കുന്നത് റോഹ്താങ് ഹിൽസിലാണ്. പിന്നീട് രക്ഷസ്ഥാലിൽ നിന്ന് ഉത്ഭവിക്കുന്ന സത്ലജ് നദി റോഹ്താങ് ഹിൽസിൽ നിന്ന് ഉത്ഭവിക്കുന്ന ബിയാസ് നദിയുമായിട്ട് കൂടിച്ചേരുന്നു. പിന്നീട് സത്ലജുമായി കൂടിച്ചേർന്നതിന് ശേഷം സത്ലജ് എന്ന് അറിയപ്പെടുന്നു. പിന്നീട് ഇത് പഞ്ചനാദിൽ വെച്ച് യോജിക്കുകയും ഇൻഡസായി പാകിസ്ഥാനിലേക്ക് പോവുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നീട് ഇത് കറാച്ചിയിൽ വെച്ച് അറേബ്യൻ സീയിൽ പതിക്കുന്നു. അപ്പോൾ ഇതാണ് ഇൻഡസ് എന്ന നദിയുടെ പ്രധാനപ്പെട്ട 5 ട്രൈബ്യൂട്ടറീസും. ഈ 5 ട്രൈബ്യൂട്ടറീസിനെ പറ്റി ബന്ധപ്പെട്ടാണ് ഇവിടെ ഇൻഡസ് റിവർ ട്രീറ്റി നടക്കുന്നത്. അതിലേക്ക് പോവാം. 1947 ഇന്ത്യയും പാകിസ്ഥാനും വിഭജനം നടത്തുകയുണ്ടായി. അങ്ങനെ 1947 വിഭജനത്തിന് ശേഷം ഇവിടെയാണ് ഒരു ജലതർക്കം ഉത്ഭവിക്കുന്നത്. 1947 സിന്ധു നദിയെ ഈ വിഭജന പ്രകാരം 2ആയിട്ട് തിരിക്കുകയാണ് ബ്രിട്ടീഷുകാർ അന്ന് ചെയ്തത്. അപ്പോൾ പാകിസ്ഥാനിൽ എന്താണ് വരുന്നത്? പാകിസ്ഥാനിൽ ഈ നദിയുടെ താഴ്ന്ന പ്രദേശങ്ങളും ഇന്ത്യയിൽ മധോപൂർ, ഫിറോസ്പൂർ തുടങ്ങിയ ഉയർന്ന പ്രദേശങ്ങളും വന്ന് ചേരുകയുണ്ടായി. അപ്പോൾ ഇത് ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായിരുന്നു. കാരണം ഫിറോസ്പൂർ അല്ലെങ്കിൽ മധോപൂർ എന്നൊക്കെ പറയുന്നത് ഒരു ഹെഡ് വാട്ടർ സ്ഥിതി ചെയ്യുന്ന സ്ഥലങ്ങളായിരുന്നു. കാരണം കനാലിലേക്ക് വാട്ടറിൻ്റെ ഒഴുകുന്നതിൻ്റെ തോത് നിയന്ത്രിക്കാൻ കഴിയുന്നത് ഇന്ത്യക്കായിരുന്നു. ഇത് പാകിസ്ഥാന് മനസ്സിലാവുകയും ഇങ്ങനെ
രണ്ടായിട്ട് നദി വിഭജിക്കുകയും അതിൻ്റെ ഉയർന്ന പ്രദേശങ്ങൾ ഇന്ത്യയുടെ ഭാഗത്തേക്ക് വരികയും ഇന്ത്യക്ക് ഈ നദിയിൽ നിന്ന് ഒഴുകുന്ന വെള്ളത്തെ നിയന്ത്രിക്കാനുള്ള സാഹചര്യം ഉണ്ടാവുകയും ചെയ്യുമ്പോൾ പാകിസ്ഥാൻ അന്ന് വളരെയധികം പരിഭ്രാന്തിയിലായി. ഇന്ത്യ ഇത് പാകിസ്ഥാനെതിരെ ഒരു ആയുധമാക്കി ഉപയോഗിക്കാൻ സാധ്യതയുണ്ട് എന്നും പാകിസ്ഥാൻ അന്ന് മുതലേ ആവർത്തിക്കുന്ന കാര്യമാണ്. കാരണം മറ്റൊന്നുമല്ല, പാകിസ്ഥാൻ ഇൻഡസ് റിവർ വാട്ടറിൽ നിന്നാണ്, ഇൻഡസ് റിവറിൻ്റെ ട്രിബ്യൂട്ടറീസിൽ നിന്നും വരുന്ന വാട്ടറിൽ നിന്നാണ് പാകിസ്ഥാനിലെ 80% ആളുകൾ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട് ജീവിച്ചു പോയിക്കൊണ്ടിരുന്നത്. പാകിസ്ഥാനിൻ്റെ മൊത്തം GDPയിൽ 25% കൃഷിയിൽ നിന്നുള്ള വരുമാനവും ആ കൃഷിയിൽ ഏകദേശം 80 മുതൽ 90% ഡിപ്പെൻഡ് ചെയ്യുന്നത് ഇതേ ഇൻഡസിൽ നിന്നും അതിൻ്റെ ട്രിബ്യൂട്ടറീസിൽ നിന്നുമുള്ള വെള്ളമായിരുന്നു. ഇതാണ് പാകിസ്ഥാനെ പേടിപ്പെടുത്തിയ, അന്ന് മുതൽ പേടിപ്പെടുത്തിക്കൊണ്ടേ ഇരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്. അങ്ങനെ പാകിസ്ഥാൻ ഇത് പല സന്ദർഭത്തിൽ പല വേദികളിൽ ഇത് ഉന്നയിക്കുകയുണ്ടായി. അങ്ങനെയാണ് 1947 പാകിസ്ഥാനും ഇന്ത്യയും കൂടെ ചേർന്നിട്ട് ഒരു എഗ്രിമെൻ്റ് ഉണ്ടാക്കുകയാണ്. ഈ ഒരു ഇന്റർ ഡൊമീനിയൻ എഗ്രിമെൻ്റ് പ്രകാരം ഒരു സ്റ്റാൻഡ് സ്റ്റില്ലായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പൊക്കോട്ടെ എന്ന് തീരുമാനിക്കുന്നു. അങ്ങനെ യാതൊരു രീതിയിലുള്ള നിയന്ത്രണങ്ങളോ തടസ്സങ്ങളോ ഇൻഡസ് റിവറിൻ്റെ ഒഴുക്കിൽ നിയന്ത്രിക്കില്ല എന്നൊരു തീരുമാനം മുന്നോട്ട് വയ്ക്കുന്നു. അങ്ങനെ 1948 ആവുന്നു. 1948 ഏപ്രിൽ 1 ഈ ഒരു സ്റ്റാൻഡ് സ്റ്റിൽ എഗ്രിമെൻറ്റ് അവിടെ നിന്നു പോവുകയാണ്. അപ്പോൾ ഈ ഒരു സ്റ്റാൻഡ് സ്റ്റിൽ എഗ്രിമെൻറ്റ് അവസാനിച്ചതിനെ തുടർന്ന് ഇന്ത്യ പാകിസ്ഥാനിലേക്ക് ഒഴുകിക്കൊണ്ടിരുന്ന വെള്ളം തടഞ്ഞു വയ്ക്കുവാൻ തുടങ്ങുന്നു. ഇത് ഒരു പ്രധാനപ്പെട്ട വിഷയമായി പാകിസ്ഥാൻ മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഈ ഒരു സമയത്ത് പാകിസ്ഥാനിലെ കൃഷികൾ വളരെയധികം നശിച്ചു പോകുന്ന ഒരു സിറ്റുവേഷൻ ലോകരാജ്യങ്ങൾ നോക്കിക്കാണുകയുണ്ടായി. പാകിസ്ഥാൻ ഇത് മുന്നോട്ട് വയ്ക്കുകയും 1948 മെയ് 4 ഒപ്പുവെച്ച ഒരു ഇന്റർ ഡൊമീനിയൻ കരാർ വഴി താൽക്കാലികമായിട്ട് ഈ നിർത്തിവെച്ചിരിക്കുന്ന വാട്ടർ വീണ്ടും പുനഃസ്ഥാപിക്കാൻ ഇന്ത്യ തയ്യാറാവുന്നു. പക്ഷേ അതിന് തിരികെ പാകിസ്ഥാന് വെള്ളം നൽകുന്നതിന് പകരമായിട്ട് പാകിസ്ഥാൻ ഒരു ലെവി അടയ്ക്കണമെന്ന് പറയുകയുണ്ടായി. അപ്പോൾ ഈ ഒരു കാര്യം, പാകിസ്ഥാന് വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ പാകിസ്ഥാൻ തിരിച്ച് ലെവി അടയ്ക്കണം എന്ന് നിർദ്ദേശിക്കുന്ന കാര്യം ഒരു ടെമ്പററി സെറ്റിൽമെൻ്റ് ആയിരുന്നു. ഒരു പെർമനൻ്റ് എഗ്രിമെൻ്റ് ഉണ്ടാവുന്നത് വരെയായിരുന്നു ഈ ഒരു ടെമ്പററി സെറ്റിൽമെൻറ്റ് നിലനിന്നിരുന്നത്. 1951 പാകിസ്ഥാൻ ഈ കാര്യങ്ങളെല്ലാം ഐക്യരാഷ്ട്രസഭയുടെ മുന്നിലേക്ക് എത്തുകയാണ്. അങ്ങനെ 1951 പാകിസ്ഥാൻ്റെ ജലപ്രശ്നം UN-ന്റെ ശ്രദ്ധയിലേക്ക് എത്തിക്കുന്നു. അങ്ങനെ ജലവിതരണം തടസ്സപ്പെടുത്തിയതിന് ഇന്ത്യയെ കുറ്റപ്പെടുത്തുന്നു. തർക്കം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് അന്നത്തെ വേൾഡ് ബാങ്കിൻ്റെ പ്രസിഡന്റ് ആയിട്ടുള്ള യൂഗിൻ ബ്ലാക്ക് മധ്യസ്ഥ വഹിക്കുന്നു. അങ്ങനെ ഈ ഇൻഡസ് വാട്ടർ ഡിസ്പ്യൂട്ട് ഇന്ത്യയുടെ കയ്യിൽ നിന്നും പാകിസ്ഥാൻ്റെ കയ്യിൽ നിന്നും ഇത് ഐക്യരാഷ്ട്രസഭയിലേക്ക് എത്തുകയും ഐക്യരാഷ്ട്രസഭ വേൾഡ് ബാങ്കിൻ്റെ സഹായത്തോടു കൂടി വേൾഡ് ബാങ്കിൻ്റെ അന്നത്തെ പ്രസിഡന്റ് ആയിട്ടുള്ള യൂഗിൻ ബ്ലാക്കിൻ്റെ മധ്യസ്ഥതയിൽ ഇതിനൊരു സെറ്റിൽമെൻറ്റ് നിർദ്ദേശിക്കുകയും ചെയ്യുകയാണ്. അങ്ങനെ 1951 പാകിസ്ഥാൻ ഇത് ഐക്യരാഷ്ട്രസഭയുടെ മുന്നിലേക്ക് എത്തിക്കുന്നു. 1954 അന്നത്തെ വേൾഡ് ബാങ്കിൻ്റെ പ്രസിഡന്റ് ആയിട്ടുള്ള യൂഗിൻ ബ്ലാക്കിൻ്റെ നേതൃത്വത്തിൽ അവരൊരു എഗ്രിമെൻറ്റിന് വേണ്ടി തയ്യാറെടുക്കുന്നു. ആ എഗ്രിമെൻറ്റ് നിലവിൽ വന്നത് 1960 സെപ്റ്റംബർ 19 ഇതിനെയാണ് നമ്മൾ ഇൻഡസ് റിവർ വാട്ടർ ഡിസ്പ്യൂട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ട്രീറ്റി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇൻഡസ് വാട്ടർ ട്രീറ്റി എന്നും അറിയപ്പെടുന്നു. ഇത് ഒപ്പുവെച്ചത് അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിട്ടുള്ള ജവഹർലാൽ നെഹ്റു, അന്നത്തെ പാകിസ്ഥാൻ പ്രസിഡന്റ് ആയിട്ടുള്ള അയൂബ് ഖാൻ, പിന്നെ ലോകബാങ്ക് ഉദ്യോഗസ്ഥനായിട്ടുള്ള WAF ഇല്ലിഫ് തുടങ്ങിയ 3 പേരാണ്. അങ്ങനെ ഈ 3 പേര് കൂടി ഒരു ഇൻഡസ് വാട്ടർ ട്രീറ്റി ഒപ്പുവയ്ക്കുന്നു. ആ ഇൻഡസ് വാട്ടർ ട്രീറ്റിയിൽ ഈ മുഴുവൻ നദീനെയും രണ്ടായിട്ട് വിഭജിക്കുന്നു. ആ മുഴുവൻ നദിയുടെ ട്രൈബ്യൂട്ടറീസിനെ രണ്ടായിട്ട് വിഭജിക്കുന്നു. അതിൽ പ്രധാനപ്പെട്ട ഒരു വിഭാഗമാണ് ഇൻഡസ്, ചെനാബ് ആൻഡ് ജലം. ഇൻഡസ്, ചെനാബ്, ജലം എന്നീ പോഷക നദികൾ പാകിസ്ഥാൻ്റെ പക്കലേക്കാണ് പോകുന്നത്. രണ്ടാമത്തെ ഗ്രൂപ്പായിട്ട് രവി, ബിയാസ്, സത്ലജ്, ഈ 3 നദികളുടെയും അവകാശം ഇന്ത്യയിലേക്ക് വന്നു ചേരുന്നു. നമുക്കറിയാം, ഉയർന്ന പ്രദേശം ഇന്ത്യയാണ്. ഇന്ത്യയിൽ നിന്നാണ് ഈ നദികൾ ഒഴുകി പാകിസ്ഥാനിലേക്ക് മാറുന്നത്. അങ്ങനെ ഇരിക്കെ ഇന്ത്യയിൽ നിന്ന് ഒഴുകി വരുന്ന ഈ 3 നദികൾ, ഇൻഡസ്, ചെനാബ്, ജലം എന്നീ 3 നദികളുടെ പൂർണ്ണമായിട്ടുള്ള അവകാശം പാകിസ്ഥാന് കൊടുക്കുന്നില്ല. യൂസ് ചെയ്യാനുള്ള അവകാശം, ഇതിനെ പറയുന്ന മറ്റൊരു പേര്. അങ്ങനെ ഇൻഡസ്, ചെനാബ്, ജലം എന്നീ 3 നദികൾ പാകിസ്ഥാനിലേക്ക് പൂർണ്ണമായിട്ടും അധികാരം കൊടുക്കുന്നുണ്ട്. എന്നിരുന്നാൽ തന്നെ ഇന്ത്യക്ക് ചില കാര്യങ്ങളിൽ ഒരവകാശം കൊടുക്കുന്നു. അതിൽ ഒന്നാമത്തേതാണ് ഡൊമസ്റ്റിക് യൂസ്. ഇന്ത്യക്ക് ഗാർഹിക ആവശ്യങ്ങൾക്ക് വേണ്ടി ഈ വെള്ളം ഉപയോഗിക്കാം.
രണ്ടാമത്തേതാണ് ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്ട്സ്. വെള്ളം തടഞ്ഞു വെക്കാതെ വെള്ളം ഒഴുക്കി വിട്ടുകൊണ്ട് തന്നെ ഹൈഡ്രോ ഇലക്ട്രിസിറ്റി ഇന്ത്യക്ക് ഉപയോഗിക്കാം എന്ന ഒരു ടേമും ഇതിനകത്തോട്ട് വരുന്നു. മൂന്നാമത്തേതാണ് അഗ്രികൾച്ചർ. ഇന്ത്യക്ക് ആവശ്യമായിട്ടുള്ള കൃഷിയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള വെള്ളം ഈ ഇൻഡസിൽ നിന്നും ചെനാബിൽ നിന്നും ജലത്തിൽ നിന്നും എടുത്തുകൊള്ളാനും ഈ ഒരു ഇൻഡസ് വാട്ടർ ട്രീറ്റി എഗ്രിമെൻറ്റിൽ പറയുന്നുണ്ട്. അങ്ങനെ ഈ മൂന്ന് നദികൾ വീതം ഇരു രാജ്യങ്ങൾക്കും കിട്ടുന്നു. ഇന്ത്യക്ക് 3 നദികളുടെ പൂർണ്ണമായിട്ടുള്ള അധികാരവും ഇൻഡസ് ചെനാബ് ജലം എന്നീ നദികളുടെ ഭാഗികമായിട്ടുള്ള കുറച്ച് ഉപയോഗിക്കാനുള്ള അവകാശവും കിട്ടുന്നു. അങ്ങനെ പാകിസ്ഥാൻ്റെ കയ്യിലേക്ക് പൂർണ്ണമായിട്ടുള്ള ഇൻഡസ് ചെനാബ് ജലം ഈ 3 നദികളിൽ നിന്നും വെള്ളം ഉപയോഗിക്കാനുള്ള അധികാരം പാകിസ്ഥാനിലേക്ക് കിട്ടിയെങ്കിലും ഇതാണ് ഇന്ത്യ താൽക്കാലികമായി സസ്പെൻഡ് ചെയ്തത് ഓപ്പറേഷൻ സിന്ദൂറുമായിട്ട് ബന്ധപ്പെട്ട്. ഇന്ത്യ മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു കാര്യമായിരുന്നു പാകിസ്ഥാൻ ടെററിസം പല കാലഘട്ടങ്ങളിലായിട്ട് മുന്നോട്ട് വെക്കുകയാണ്. പല യുദ്ധങ്ങൾ വന്നപ്പോൾ 1947-48 മുതൽ 2025 വരെയുള്ള കാലഘട്ടങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ പാകിസ്ഥാൻ പല സമയങ്ങളിലായിട്ട് പ്രകോപനം സൃഷ്ടിക്കുകയാണ്. ഇവിടെ രക്തച്ചൊരിച്ചിൽ ഉണ്ടാവുകയാണ്. ഇവിടെ രക്തച്ചൊരിച്ചിൽ ഉണ്ടാക്കുന്ന പാകിസ്ഥാന് ഇനി മുതൽ വെള്ളമില്ല എന്ന ഒരു നിലപാടാണ് ഇന്ത്യൻ സർക്കാർ ഇപ്പോൾ എടുത്തിട്ടുള്ളത്. ഇനി മുന്നോട്ട് പോകുമ്പോൾ ഈ ഇൻഡസിൽ നിന്നും ചെനാബിൽ നിന്നും ജലത്തിൽ നിന്നുമൊക്കെ കൂടുതലായിട്ടുള്ള ജലം ഉപയോഗിച്ച് ഡൽഹി പോലെയുള്ള പ്രദേശത്തേക്ക് നമുക്കറിയാം ഇൻഡസ് റിവർ ഇപ്പോൾ ഇന്ത്യയിൽ നോക്കിക്കഴിഞ്ഞാൽ ഇൻഡസ് റിവറും ട്രൈബ്യൂട്ടറീസും ജമ്മു കാശ്മീർ, ലഡാക്ക്, പഞ്ചാബ്, ഹരിയാന, അതുപോലെ തന്നെ ചണ്ഡീഗഡ് തുടങ്ങിയിട്ടുള്ള രാജസ്ഥാൻ, പഞ്ചാബ് തുടങ്ങിയിട്ടുള്ള മേഖലകളിലൂടെ ഒഴുകുന്നുണ്ട്. അപ്പോൾ ഇന്ത്യ ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഇൻഡസിൽ നിന്നും ചെനാബിൽ നിന്നുമൊക്കെ ജലത്തിൽ നിന്നുമൊക്കെയുള്ള വാട്ടർ നമുക്ക് ഡൽഹി പോലെയുള്ള പ്രദേശത്തേക്ക് എത്തിക്കുകയും അവിടെ ഹൈഡ്രോ ഇലക്ട്രിസിറ്റി പ്രോജക്റ്റുകൾ മുന്നോട്ട് വയ്ക്കുവാൻ സാധിക്കും എന്നാണ് ഇന്ത്യ അവകാശപ്പെടുന്നത്. മുന്നോട്ട് പോകുമ്പോൾ ഇൻഡസ് വാട്ടർ ട്രീറ്റി അന്ന് ഒപ്പുവെച്ചതിനെ ചൊല്ലി പാകിസ്ഥാൻ മുന്നോട്ട് പോവുകയും ഇനി ഇതിൽ പ്രകാരമുള്ള മുന്നോട്ടുള്ള നടപടിക്രമങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കുകയും ചെയ്യാം. എന്തായാലും ഇത്രയും വരെ ഒന്ന് പഠിച്ചു വെച്ചിരിക്കാം. ഇൻഡസ് നദിയുടെ ഘടന എന്താണെന്നും ട്രൈബ്യൂട്ടറീസ് ഏതൊക്കെയാണെന്നും ഒറിജിനും ഈ നദി ഏത് സ്ഥലങ്ങളിലേക്കാണ് പോകുന്നതെന്നും ഇത് മറ്റ് നദികളിലെ എവിടെ വെച്ചാണ് കൂട്ടിമുട്ടുന്നതെന്നും ഒന്ന് പഠിച്ചു വെക്കുക. ഇൻഡസ് റിവർ വാട്ടർ ട്രീറ്റി എഗ്രിമെൻറ്റ് ആരൊക്കെ തമ്മിലാണ് ഒപ്പുവെച്ചിട്ടുള്ളതെന്നും വർഷവും ഒന്ന് നോക്കി വെച്ചിരിക്കുക. ഇതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഏതാണെന്നും വിഭജനം എങ്ങനെയാണ് നടന്നിട്ടുള്ളതെന്നും ഏത് നദികൾ ഏതൊക്കെ രാജ്യങ്ങൾക്കാണ് കൊടുത്തിട്ടുള്ളതെന്നും നോക്കി വയ്ക്കുക. കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ അസിസ്റ്റന്റ് സെയിൽസ്മാൻ്റെ വിക്ടറി ബാച്ച് പുതിയ ബാച്ച് തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഇതിലേക്ക് ജോയിൻ ചെയ്യാനുള്ളത് എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. ഇത് കോഴ്സ് ഓഫർ ചെയ്തിട്ടുള്ള ഫീച്ചേഴ്സുകൾ ഡെയിലി ഗ്രൂപ്പ് ആക്ടിവിറ്റി കാണുമായിരിക്കും. നിങ്ങൾക്ക് എല്ലാ ആഴ്ചകളിലും എക്സാംസ് കാണും. അതുപോലെ തന്നെ എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും സ്പെഷ്യൽ മെൻറ്റർഷിപ്പ് പ്രോഗ്രാം കാണും. എല്ലാ ദിവസങ്ങളിലും PDF നോട്ടുകൾ തരും. റെക്കോർഡഡ് ക്ലാസ്സസ് എല്ലാ ദിവസങ്ങളിലും കാണും. അതുപോലെ തന്നെ ടൈം ടേബിൾ ബേസ്ഡ് ആയിട്ടുള്ള റിവിഷനും കാണും. പൂർണ്ണമായിട്ടുള്ള സപ്പോർട്ട് നിങ്ങൾക്ക് നൽകിക്കൊണ്ട് നിങ്ങളെ ഈ എക്സാമിന് ക്രാക്ക് ചെയ്യാൻ വേണ്ടി കോമ്പറ്റേറ്റീവ് ക്രാക്കർ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക, പഠനം തുടങ്ങുക. താങ്ക് യു.